ICUവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായ ഒരാൾ അത് പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്തു. എൻ്റെ അമ്മാവനെ കണ്ടല്ലോ, അമ്മാവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെയൊക്കെ പെട്ടെന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പൊ പിന്നീട് ഞാൻ വെറുതെ ഇങ്ങനെ അന്വേഷിച്ചപ്പം ആരോ പറഞ്ഞു അടുത്ത കാലത്ത് പുള്ളിയുടെ വളരെ അടുപ്പത്തിലുണ്ടായിരുന്ന ഒരു അമ്മാവൻ ആക്ച്വലി മരിച്ചു പോയിട്ടുള്ള ഒരാളുണ്ട്. നമ്മളിപ്പോൾ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലായിട്ട് ചിലപ്പോൾ നമുക്ക് മരിച്ച ആളെ കണ്ടു അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ പറയാം. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ ഇദ്ദേഹത്തിന് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതോ ഒന്നും പുള്ളിക്ക് അറിയില്ല. മിക്കവരുടെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയുന്നത് ബോഡിയിൽ നിന്ന് പുറത്തു വന്നു. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് മറക്കാനേ പറ്റത്തില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കലും അവർ മറക്കത്തില്ല. സ്കൂളിൽ പഠിച്ച ഫിസിക്സോ കെമിസ്ട്രിയോ മെഡിക്കൽ സയൻസോ മാത്രമല്ല സയൻസ്. നമ്മൾ ചിന്തിക്കുന്നതിലും തീരുമാനിക്കുന്നതിലും ഈവൻ പേടിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും വരെ സയൻസ് ഉണ്ടെന്നാണ്. ഇന്നിപ്പോൾ മനസ്സിൻ്റെ രഹസ്യങ്ങൾ, ബ്രെയിൻ്റെ പ്രവർത്തനം, ബോധത്തിൻ്റെ അതിരുകൾ, ഇതുപോലെയൊക്കെയുള്ള ന്യൂറോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ മേഖലയെ ശാസ്ത്രീയമായി ഒന്നറിയാൻ ശ്രമിക്കാം. ഡോക്ടർ ജിമ്മി മാത്യു അമൃത ഹോസ്പിറ്റലിൽ റീകൺസ്ട്രക്റ്റീവ് മൈക്രോ സർജനും ക്ലിനിക്കൽ പ്രൊഫസറുമാണ്. സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, 9ഓളം ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ടെഡെക്സ് സ്പീക്കറുമാണ്. ഡോക്ടർ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഇപ്പോൾ ഡെജാവു എന്ന് പറയുന്ന സാധനം, പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്ന സാധനം, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ മിക്കവാറും എന്താ പറയുക, നമ്മുടെ വിശ്വാസമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നതിന് അങ്ങനെയാണ്. ഇതിന് സയൻസിൻ്റെ ഒരു ബാക്കപ്പ് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. അല്ല, നമ്മൾ പല രീതിയിൽ ഇപ്പം ഇത് എനിക്കിതിനകത്ത് പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ സയൻസിൻ്റെ അതിരുകൾ, ഇപ്പം എന്താണ് റിയാലിറ്റി, എന്തൊക്കെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത്സ്, എന്തൊക്കെയാണ് അങ്ങനെ ഇങ്ങനെ കുറേ നമ്മൾ എന്താ പറഞ്ഞു അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചു എന്നൊക്കെ പറയണ പോലെ കുറേ സഞ്ചരിച്ചു. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, സമൂഹങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുന്നത് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ രീതിയിലുള്ള എഴുത്തുകൾ, ആ രീതിയിലുള്ള ലേഖനങ്ങളൊക്കെ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് എനിക്ക് സൈക്കോളജിയിലൊക്കെ ഇൻട്രസ്റ്റ് വരുന്നതും അത് ഫോർമലായിട്ട് തന്നെ പഠിക്കുന്നതും. പിന്നെ ഞാൻ UGC നെറ്റൊക്കെ പാസ്സായി സൈക്കോളജിയിൽ കേട്ടോ. അല്ല, ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ലെജിറ്റിമസി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അതൊക്കെ ചെയ്തത്. അതായത് നമ്മുടെ ഈ പഠനങ്ങളെ കുറെ കൂടെ ഒരു ശാസ്ത്രീയമാണ്, ഒരു ശാസ്ത്രീയ ബാക്കിങ്ങോട് കൂടി. അല്ലാണ്ട് നമ്മൾ ഊഹം എനിക്ക് തീരെ താല്പര്യമില്ല പേഴ്സണലി. പിന്നെ ഞാനൊരു അഗ്നോസ്റ്റിക് ആണ്. എത്തീസ്റ്റിക് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അഗ്നോസ്റ്റിക് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ദൈവം ഉണ്ടോ, ദൈവമില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും അതീന്ദ്രിയമായ സംഭവങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ അതിനെ വളരെ സ്കെപ്റ്റിക്കലായിട്ട്, ഓരോ ക്ലെയിമിനെയും വളരെ സ്കെപ്റ്റിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും മാത്രം ഡീൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡോക്ടർ അതിൽ PhD ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക്, ഈ ഒരു മേഖലയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് കൂടെ ഒന്ന് പറയാം. മനുഷ്യ മനസ്സുകളിലേക്ക് തിരിഞ്ഞു, അതായത് കോൺഷ്യസ്നെസ് അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് അതിൻ്റെ പറ്റിയുള്ള ആക്ച്വൽ സയന്റിഫിക് ലിറ്ററേച്ചർ മൊത്തം അരിച്ചു പെറുക്കി ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ ഓഫ് കോഴ്സ് നമ്മൾ ഒരു ലോഡ് മൊത്തം ഒരു ചാണകമോ ഗാർബേജോ ഒരു ലോറിയിൽ മൊത്തം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ അടിയിൽ കുറേ രത്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം വാരി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേതം, പാരാനോർമൽ ഫിനോമിനൻ, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീകോഗ്നിഷൻ, ആഫ്റ്റർ ഡെത്ത് കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെയുള്ള റിസർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാസൈക്കോളജി ഇങ്ങനെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വെറും ചവറ. അതായത് അതിൽ വിശ്വാസമുള്ള ആൾക്കാർ മാത്രം കൊണ്ടു നടക്കുന്ന കുറേ അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടാരമാണ്. അതിനകത്ത് കുറേ ആർട്ടിക്കിൾസ് ശരിക്കുമുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷെ പലതിനും വളരെ ക്വാളിറ്റി കുറഞ്ഞവയായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അങ്ങനെ തന്നെ തള്ളിക്കളയാം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചെകയാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് അപവാദമായിട്ടുള്ള ചില ഫിനോമിനൻ എനിക്ക് തന്നെ മനസ്സിലായി. അതിപ്പോൾ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കുന്ന, റിസർച്ചേഴ്സ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ചില അനോമലസ് എക്സ്പീരിയൻസസ് എന്ന് പറയും. അതിനൊക്കെ റിസർച്ചിന്റെ കൂടെ തന്നെ ഡോക്ടർക്ക് ഓൺ എക്സ്പീരിയൻസും, അതായത് ഡോക്ടർ ആ വഴി കൂടെ കുറച്ച് സഞ്ചരിച്ചിട്ടില്ലേ ആക്ച്വലി? അതെ, എനിക്ക് പണ്ട് ഒരു 1-2 എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നീട് ഞാൻ ഇതിനെപ്പറ്റി വായിക്കുമ്പോഴാണ് എനിക്കത് പെട്ടെന്ന് അതിനെപ്പറ്റി തോന്നിയത്. ഉദാഹരണത്തിന് ഞാൻ MSc ചെയ്യുമ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായ ഒരു ലേഡി,
അവർ പിന്നീട് എന്നോട് പിന്നീട് വരുമ്പോൾ അവർ തമിഴ് സ്ത്രീയാണല്ലോ, അപ്പോൾ അവർ പിന്നീട് വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിരുന്നു, അതായത് ഞാൻ കാർഡിയാക് അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ റിസസിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടു എന്നാണ് അവർ ബേസിക്കായിട്ട് പറയാൻ ശ്രമിച്ചത്. അപ്പം ഞാനതിനെ വളരെ തള്ളിക്കളഞ്ഞു. അപ്പം കുറെ പേര് അവരെ റിസസിറ്റേറ്റ് ചെയ്യുന്ന അവർ ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവിൽ കണ്ടു. ആ സമയത്ത് നൽകിക്കൊണ്ടിരുന്ന എന്തെങ്കിലും അതെ അവർക്ക് കാർഡിയാക് മസാജ് കൊടുക്കുന്നതൊക്കെ അവർ കണ്ടു എന്നുള്ളത് എനിക്ക് ഒരു അത് ഞാൻ അതിനെ മൈൻഡേ ചെയ്തില്ല അന്ന്. പിന്നീട് ഒരു ദിവസം കുറച്ചുകൂടെ പിന്നീട് എൻ്റെ പ്രാക്ടീസിൽ തന്നെ ഒരിക്കൽ ICUവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായ ഒരാൾ അത് പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്തു. കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, നമ്മൾ പേടിച്ചു പോയി, പക്ഷെ ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാർഡിയാക് അറസ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഉണ്ടായിട്ട് അയാൾ റിവൈവ് ചെയ്ത ഒരാൾ പെട്ടെന്ന് പറഞ്ഞു, അല്ല ഞാൻ എവിടെയായിരുന്നു, എൻ്റെ അമ്മാവനെ കണ്ടല്ലോ, അമ്മാവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെയൊക്കെ പെട്ടെന്ന് അദ്ദേഹം പറയുണ്ടായി. അത് വളരെ നല്ല ബോധത്തോടു കൂടി പറഞ്ഞു. അതായത് ഈ അറസ്റ്റ് ഉണ്ടായി തിരിച്ച് ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുണ്ടായി. അപ്പൊ പിന്നീട് ഞാൻ വെറുതെ ഇങ്ങനെ അന്വേഷിച്ചപ്പം ആരോ പറഞ്ഞു, അടുത്ത കാലത്ത് പുള്ളിയുടെ വളരെ അടുപ്പത്തിലുണ്ടായിരുന്ന ഒരു അമ്മാവൻ ആക്ച്വലി മരിച്ചു പോയിട്ടുള്ള ഒരാളുണ്ട്. അപ്പൊ ഹി വാസ് ക്ലെയിമിങ് ദാറ്റ് മരിച്ചു പോയ ഒരാളെ കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ചെറിയ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയൊരു കാര്യം, അത് ശരിയാവാം. നമ്മളിപ്പോൾ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലായിട്ട് ചിലപ്പോൾ നമുക്ക് മരിച്ച ആളെ കണ്ടു അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ പറയാം. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ ഇദ്ദേഹത്തിന് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതോ ഒന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളിക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പുള്ളിക്ക് അറിയില്ല, പുള്ളിക്ക് രജിസ്റ്റർ ആയിട്ടില്ല. നമുക്ക് മാത്രമാണ് മനസ്സിലായത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, പുള്ളി തിരിച്ചു വന്നു. അപ്പൊ ഒരു ഡയർ ലൈഫ് ത്രെറ്റനിങ് പീരിയഡിൽ കൂടെ പുള്ളി കടന്നുപോയി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ അത് ഞാൻ നോട്ട് ചെയ്തെങ്കിലും അതും ഞാൻ പിന്നെ മറന്നുപോയി. പിന്നെ ഞാൻ രണ്ടാമത് അത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ രണ്ടാമത് ഇതുപോലെ തന്നെ ലിറ്ററേച്ചർ പല കാര്യം ഇതുപോലത്തെ അനോമലസ് എക്സ്പീരിയൻസിനെ പറ്റി ലിറ്ററേച്ചറിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിന, അതായത് സാധാരണ മനുഷ്യർക്ക് മരിക്കാൻ പോകുന്ന സമയത്തോ മരണത്തോട് വളരെ അടുത്തതോ, അത് കാർഡിയാക് അറസ്റ്റ് തന്നെ ആവണമെന്നില്ല, പക്ഷെ കാർഡിയാക് അറസ്റ്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പം. കാരണം കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ നമുക്കറിയാം, നമ്മൾ റിവൈവ് ചെയ്ത ആൾക്കാർ നമുക്കറിയാം അവർ മരണത്തിൻ്റെ വളരെ അടുത്ത് എത്തിയെന്ന്. അതല്ലാതെ തന്നെ വളരെ സീരിയസ് ഡിസീസസ് കൊണ്ട് കോമയിലായവർ, എന്നിട്ട് തിരിച്ചു വന്നവർ, പിന്നെ വലിയ ആക്സിഡൻറ്റുകളിൽ പെട്ടവര്, അത് കഴിഞ്ഞ് തിരിച്ചു വന്നവര്, എല്ലാം രക്ഷപ്പെട്ടു വന്നവര്, നമ്മൾ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചു വന്നവരിൽ ഒരു ചെറിയൊരു ശതമാനം പേരിൽ, അത് നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ചെറിയ ശതമാനം പേരിൽ മാത്രം ആവുന്നതെന്നുള്ളത്. ചെറിയ ശതമാനം ആൾക്കാർ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ചില കോമണാലിറ്റീസ് ഉള്ള ഒരു എക്സ്പീരിയൻസ് പറയുന്നു എന്നുള്ളതിനെ പറ്റി വളരെയധികം ജെന്യുവിൻ ആൻഡ് ക്രിട്ടിക്കൽ സ്റ്റഡീസ് ഇൻ ഗുഡ് ഒരുമാതിരി നല്ല ജേർണലുകളിലൊക്കെ തന്നെ വന്നിട്ടുള്ള ഒത്തിരി സ്റ്റഡീസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും, അങ്ങനെ ഇന്ത്യക്കാരിൽ അങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു PhD രജിസ്റ്റർ അമൃത യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അമൃത യൂണിവേഴ്സിറ്റിയിലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ 3-4 കൊല്ലമായി ഇപ്പം. അപ്പം ഞാനൊരു 10-25 ഇന്ത്യൻ ആൾക്കാരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു NDARF എന്ന് പറഞ്ഞൊരു സൈറ്റിൽ ഇന്ത്യൻ എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ ഒരു 10-30-40 വേറെയും ഇന്ത്യക്കാരുടെ എക്സ്പീരിയൻസസ്. അപ്പോൾ ഇന്ത്യൻ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും ഇപ്പം മാക്സിമം ഇൻഫർമേഷൻ ശേഖരിച്ചിട്ടുള്ള ഒരാള്. ഡോക്ടർ ഞാൻ കാര്യം ചോദിക്കും, ഇപ്പം ഈ പറഞ്ഞ സൈറ്റിൽ കയറി നോക്കുമ്പോഴേക്കും ഇഷ്ടംപോലെ എക്സ്പീരിയൻസുകൾ ഇങ്ങനെ നമ്പർ ഇട്ട് കാണാം, കേസ് നമ്പർ പോലെ എന്തൊരു യൂണിക് നമ്പർ കാണാം. പക്ഷെ എല്ലാത്തിലും കോമൺ ആയിട്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ട് പറയുന്ന സാധനം, മരിച്ചു എന്ന് കരുതിയ ആളുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ആത്മാവെന്ന് വിളിക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ ഉയർന്നു പോകുന്ന പോലെ തോന്നുന്നു. ഡോക്ടർ ചുറ്റും ആ മുറിയിൽ നടക്കുന്ന എന്താണ്, ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ആ സെറ്റപ്പിൽ നടന്ന എന്താണെന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. നമ്മുടെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ് നമ്മളൊരു ഷോർട്ട് ഫിലിം പോലെ ടകടകന്ന് കണ്ടുപോയി. പിന്നെ ഒരു വെളിച്ചം കണ്ടു, ശബ്ദം കേട്ടു, ഇതുവരെ ഇല്ലാത്ത സമാധാനം അനുഭവിച്ചു. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് മിക്കതിലും ആവർത്തിക്കുന്ന സാധനമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് കാർഡിയാക് അറസ്റ്റിൽ മാത്രമല്ല, ഏത് തരത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇതൊക്കെ വരുന്നുണ്ട്. അവരിൽ അങ്ങനെയുള്ളവരും കൂടി ചേർന്നാണ് ഈ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് എന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത്? അത് അറിയില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ് വന്നത്.
ഇത് വെറും ഒരു സൈക്കോളജിക്കൽ ഫിനോമിനാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് വിചാരിക്കുന്ന വളരെ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള, വളരെ എത്തീസ്റ്റിക് ആയിട്ടുള്ള, മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഇതിനെപ്പറ്റി ഒരു ചാനലിൽ ഇങ്ങനെ ജസ്റ്റ് പറയുകയും, അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയൊരു പബ്ലിക്കേഷനും ഉണ്ടായിരുന്നു, ഒരു സർവേ റിസർച്ച് ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റിയൊക്കെ വന്നപ്പം സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലൊക്കെ ചില എത്തീസ്റ്റുകൾ ഇതിനെ വളരെ വിമർശനാത്മകമായി പറയുണ്ടായി. ഇത് പറയുന്നത് മൊത്തം മണ്ടത്തരമാണ്, അല്ലെങ്കിൽ എന്തോ മിസ്റ്റിക്കലായിട്ടുള്ള ഒരു കാര്യം, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ് ഇത് അന്ധവിശ്വാസം അല്ല, സയൻസ് ഉണ്ട് ഇതിലെന്നല്ലേ? അല്ല, സയന്റിഫിക് ആയിട്ട് എന്തൊരു എക്സ്പീരിയൻസിനെയും നമുക്ക് സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിനെ സമീപിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഒരു കോമൺ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ, ഫോർ എക്സാമ്പിൾ ഡ്രീംസ്, മനുഷ്യന്മാരൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ സ്വപ്നം എന്തുകൊണ്ട് കാണുന്നു ശരിക്കും നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എപ്പോഴാണ് സ്വപ്നം കാണുന്നത്, ഈ സ്ലീപ്പിന്റെ ഏത് സ്റ്റേജിലാണ് സ്വപ്നം കാണുന്നത്, എന്തൊക്കെയാണ് കോമൺ തീംസ്, അതിന് കോമണാലിറ്റീസ് ഉണ്ടോ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്, എന്തായിരിക്കും ഇതിന്റെ ഇവല്യൂഷണറി ആയിട്ടുള്ള യൂസ്, കുറച്ചുകൂടെ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ പറ്റി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇങ്ങനത്തെ പെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ, വേദന, ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന എല്ലാ മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരുമാതിരി എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ആണ്. ഉദാഹരണത്തിന് ഒരു സൈക്കാട്രിസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡിപ്രഷൻ ഇൻവെന്ററി എന്ന് പറയുന്ന സാധനമൊക്കെ ഡിപ്രഷൻ എന്ന ക്വസ്റ്റ്നേഴ്സ് ആണ്. അപ്പോൾ ആളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യാനും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗുളികകളുടെ ഇഫക്റ്റും ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നതും എല്ലാ പഠനങ്ങളും. അപ്പോൾ ചുരുക്കി പറഞ്ഞ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സൈക്കോളജിയെ പറ്റിയോ സൈക്കാട്രിയെ പറ്റിയോ ഈവൻ ന്യൂറോളജിയെ പറ്റിയും ഒന്നും ഒരു വിവരമില്ലാത്ത ആൾക്കാർ മാത്രമേ അങ്ങനെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ചില എത്തീസ്റ്റുകളോ അങ്ങനെ ആയിട്ടുള്ള ഇപ്പം ഫിസിക്സ് മാത്രം അറിയാവുന്ന ആൾക്കാർ പറയാം, ഫിസിക്സ് മാത്രമാണ് സയൻസ്. അങ്ങനെ വിചാരിക്കുന്നത് സയന്റിസ്റ്റുകളായിരിക്കില്ല, സയൻസിനെ പറ്റി അവബോധം ഇല്ലാത്ത ആൾക്കാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ നിയർ എക്സ്പീരിയൻസിനൊക്കെ തന്നെ നമുക്ക് സയൻസിന്റെ ഒരു കാറ്റഗറിയിൽ തന്നെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അത് ക്രിട്ടിക്കലായിട്ട് ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ ഇത് എന്താണെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇതൊരു വൈറ്റ് ക്രോ ഫിനോമിനൺ ആണ്. വൈറ്റ് ക്രോ ഫിനോമിനൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിവെയിലിംഗ് വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ കാക്കകളും ബ്ലാക്ക് ആണ്. അപ്പം നമ്മളെല്ലാ കാക്കകളും എവിടെയൊക്കെ കണ്ടാലും അത് കറുത്താണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു വെള്ളക്കാക്കയെ കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. വെള്ളക്കാക്കകളും ഉണ്ടാവാം. അപ്പോൾ ഒരു വെള്ളക്കാക്കയെ ശരിക്കും കണ്ടാൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇനിയും നമുക്ക് അന്വേഷിക്കേണ്ടി വരും, ഇനിയും വെള്ളക്കാക്കയെ കണ്ടവരുണ്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു വെള്ളക്കാക്കയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സത്യമാണോ നുണയാണോ അതവർ മിസ്റ്റേക്കൺ ആയതാണോ, ഇങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻസ് പോകുന്നത്. അപ്പോൾ വൈറ്റ് ക്രോ ഫിനോമിനൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെയിലിംഗ് വിസ്ഡം അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റ് ക്രോ ഫിനോമിനൺ. ഞാൻ പറയുകയാണെങ്കിൽ വൈറ്റ് ക്രോ ഫിനോമിനനെ കൂടുതൽ നന്നായിട്ട് ശരിക്കുള്ള ഒരു സയന്റിസ്റ്റ് അതിനെ കൂടുതൽ കൂലങ്കഷമായിട്ട് അതിനെ പഠിക്കും. കാരണം അതിൽ നിന്നാണ് പുതിയ പുതിയ അവബോധങ്ങൾ നമുക്ക് സയൻസിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഡോക്ടർക്ക് എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്നത് സയൻസിന്റെ ഒരു ഇതിൽ? സയൻസിന്റെ ഇതിൽ ആദ്യമായിട്ട് ഇത് 1970-കളില് റേമണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ടേൺഡ് ഡോക്ടർ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് വന്നത്. അദ്ദേഹം ഇങ്ങനെ കുറച്ച് പേഷ്യൻസ് ഇത് പറഞ്ഞു കേട്ടപ്പം അത് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് പുള്ളി അതിനെപ്പറ്റി പഠിക്കുകയും പിന്നെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് നിയർ ഡെത്ത് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവുകയും പിന്നെ ഇനീഷ്യലി ഇയാൻ ജാക്സൺ എന്ന് പറയുന്ന ഒരാൾ, പിന്നെ ബ്രൂസ് ഗ്രേസൺ, കെന്നത്ത് റിങ്, പിന്നെ ഇപ്പം സാം പാർണിയ മുതലായ ചില റിസസിറ്റേഷൻ ഡോക്ടേഴ്സ്, അങ്ങനത്തെ കുറേ ആൾക്കാർ, കുറേ ജെനുവിൻ സയൻറ്റിസ്റ്റുകൾ. എനിക്ക് തോന്നുന്നത് ബ്രൂസ് ഗ്രേസൺ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു ആള്. ഇപ്പം 90 വയസ്സിൻ്റെ അടുത്തായി ആൾക്ക്. ഇപ്പോഴും ആക്റ്റീവാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെർസെപ്ച്വൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഈ വർക്ക് മാക്സിമം ചെയ്തിട്ടുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളവർ
ആഫ്റ്റർ എന്ന് പറയുന്ന ബ്രൂസ് ഗ്രേസന്റെ ആഫ്റ്റർ എന്ന് പറയുന്ന ബുക്ക് വായിക്കണം. അപ്പോൾ അതിനകത്ത് പുള്ളി വളരെ ക്ലിയർ ആയിട്ടും വളരെ സയന്റിഫിക് ആയിട്ടും പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് സയന്റിഫിക് ആയിട്ടും അദ്ദേഹം ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്തേക്ക് സോറി, അപ്പം പറഞ്ഞു വരുന്നത് ഗ്രേസൺ ആണ്. ഗ്രേസൺസ് സ്കെയിൽ എന്ന് പറഞ്ഞ് ഇത് മെഷർ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന കുറെ ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 or 10, ചില സീരീസിൽ 15% ആൾക്കാർ വരെ ചില പ്രത്യേക ഒരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസുകളിൽ കൂടെ കടന്നു പോയതായിട്ട് പറയാറുണ്ട്. ഈ എക്സ്പീരിയൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡ്രീം അല്ല എന്ന് അവർ തന്നെ they will insist. അത് സ്വപ്നമല്ല, എനിക്ക് ഇമാജിനേഷൻ പോലെ അല്ല തോന്നിയത്, ഭയങ്കര റിയൽ ആയിരുന്നു. ഇറ്റ് വാസ് റിയലർ ദാൻ റിയൽ. അതായത് ഇപ്പോഴുള്ള റിയാലിറ്റിയെക്കാളും ഭയങ്കര ഒരു റിയാലിറ്റിയാണ് ഞാൻ കണ്ടത് എന്ന് പറയുന്നത് ഒരു. അപ്പം മിക്കവരുടെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പറയുന്നത് ബോഡിയിൽ നിന്ന് പുറത്തു വന്നു, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. അപ്പോൾ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അല്ലാതെയും നമുക്ക് ഉണ്ടാവാം കേട്ടോ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് അനോമലസ് എക്സ്പീരിയൻസിൽ പെട്ടതാണ്. അതായത് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ ഭാഗമല്ലാതെയും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാകാം. പക്ഷെ ഇവർ പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ്, ബോഡിയിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ ചിലർ പറയുന്നത് ബോഡിയിൽ നിന്ന് പുറത്തു വന്നപ്പം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർ കണ്ടു. ഫോർ എക്സാമ്പിൾ റെസിസിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിൽ നിന്ന് ആ വണ്ടി വേറൊരു വണ്ടിയും 3-4 വണ്ടികൾ ഒരുമിച്ച് ഇടിച്ച് കിടക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ പോലീസ് വാൻ വരുന്നത് കണ്ടു, ആംബുലൻസ് വരുന്നത് കണ്ടു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. വേറെ വെരിഫയബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളും പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെയും കേസുകളുണ്ട്. പിന്നെ പറയുന്നത് അത്തരം ഇവന്റ്സ് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അല്ല, അതിലേക്ക് വരാം. അതാണ് ഇതിനകത്തുള്ള ഒരു വിൻഡോ ഓഫ് നമുക്ക് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അതാണ്. പക്ഷെ എല്ലാവർക്കും ഇതുണ്ടാവണം എന്നില്ല. പക്ഷേ ചിലര് ബോഡിയിൽ നിന്ന് വന്നതൊന്നും ഓർക്കുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് ടണൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പ്ലേസിലൂടെ പോയിട്ട് ഒരു ബ്രൈറ്റ് ലൈറ്റിലുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നു. അതിന് ഗ്രേസന്റെ ഇതിനനുസരിച്ച് ഒരു ട്രാൻസെൻഡന്റൽ റിലം. അപ്പോൾ ഈ ഗ്രേസന്റെ ക്വസ്റ്റ്നെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഡ് യു കം ഔട്ട് ഓഫ് യുവർ ബോഡി? അതാണ്. അപ്പം അതിനകത്ത് 1-2 ഗ്രേഡിംഗ് ഉണ്ട്. 0, no, yes, I was not aware of my body, I was separate from it. അല്ലെങ്കിൽ I really came out of my body. ഇതാണ് 2. ഇങ്ങനെയാണ് അതിന്റെ സ്കോറിംഗ് പോകുന്നത്. ഡിഡ് യു go to a transcendental or otherworldly realm? ഈ ലോകമല്ലാത്ത ഒരു സ്ഥലത്ത് ടണല് ഗ്രേസന്റെ ഇതിനകത്ത് ഇല്ല. അപ്പൊ അതിനൊരു മെത്തഡോളജി ഉണ്ട്. ഈ ക്വസ്റ്റ്നെയേഴ്സ് ഉണ്ടാക്കുന്നതിൽ ഒരു മെത്തഡോളജി ഉണ്ട്. അതിനകത്ത് വാലിഡിറ്റി, റിലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഒരു മെത്തഡോളജി ഉണ്ട്. അപ്പൊ ഗ്രേസന്റെ ആ സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ വാലിഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്നെയർ ആണ്. അപ്പൊ ആ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്നെയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഡിസ്റ്റിങ് സൈക്കോളജിക്കൽ ഫീച്ചർ ആണെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. സൈക്കോളജിക്കലായിട്ട് നമ്മൾ സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് ഒരു കൺസ്ട്രക്റ്റ് ആണ്. ടെക്നിക്കലായിട്ട് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റ് ആണോ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സാധനമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് അപ്പിയേഴ്സ് സോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ബോഡിയിൽ നിന്ന് പുറത്തു വന്നു, യു ട്രാവൽ ത്രൂ എ ടണൽ ഓർ റീച്ച്ഡ് ഒരു വേറൊരു ലോകത്തെത്തി. സീയിങ് ഡിസീസ്ഡ് റിലേറ്റീവ്സ്, നമ്മൾ മരിച്ചുപോയ ആൾക്കാരെ കണ്ടു, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചു. പിന്നെ ഒരു ബ്രൈറ്റ് ലൈറ്റ് കണ്ടു, ഒരു ഡിവൈൻ ലൈറ്റ് കണ്ടു, ദൈവികമായ പ്രകാശം, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ ഏഞ്ചൽസ്, അല്ലെങ്കിൽ ഗുരു, അങ്ങനെ ഒരാളെ കണ്ടു. അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നെ ഒരു ബോർഡർ ഓഫ് നോ റിട്ടേൺ വന്നു. സമയം എന്ന് പറയുന്ന സാധനത്തിന് ഒരു വിലയില്ലാതായി. ഫോർ എക്സാമ്പിൾ 10 ദിവസം അവിടെ നിന്നതുപോലെ തോന്നി എന്ന് പറയാം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 minute ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 10 minute അവിടെ, അല്ല 10 ദിവസം അവിടെ എങ്ങനെ നിൽക്കും? പക്ഷെ സബ്ജക്റ്റീവ്ലി അങ്ങനെ ആയിരിക്കാം തോന്നിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ടൈം വളരെ സ്പീഡിൽ പോയ പോലെ തോന്നാം. അങ്ങനത്തെയുള്ള ഡിസ്റ്റോർഷൻസ്. പിന്നെ അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങൾ. ഫോർ എക്സാമ്പിൾ ആ സമയത്ത് എൻ്റെ അനിയൻ ഡൽഹിയിൽ നിന്ന് വരുന്നത് കണ്ടു. അനിത മൂർജാനി എന്ന് പറയുന്ന ഒരു ഫേമസ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ, ഡൽഹിയിൽ നിന്ന് എൻ്റെ അനിയൻ ഞാൻ മരിക്കാൻ കിടക്കുന്നു എന്ന് കേട്ടിട്ട് വരുന്നത്, ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് കണ്ടു. അങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെയാണ്
പൊതുവായിട്ടുള്ള ഗ്രേസൺ സ്കെയിൽ അനുസരിച്ചുള്ള പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ്. സ്കെയിലിംഗും സ്കോറിംഗും ഉണ്ട്. സ്കോറിംഗും ഉണ്ട്. അപ്പോൾ ആ സ്കോറിംഗിൽ 7 എന്ന് പറയുന്ന സ്കോറിനേക്കാളും മേലെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ കോമണാലിറ്റീസ് വേണം. എല്ലാവർക്കും ഇതുണ്ടാവില്ല. ചിലർക്ക് ഇതെല്ലാം ഉണ്ടാവും, ഒത്തിരി എണ്ണം ഉണ്ടാവും. ചിലർക്ക് ഇതിനകത്ത് 3-4 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് ട്രാവൽ ചെയ്ത്, ഇപ്പം ഞാൻ ചോദിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ഒരാൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് വളരെ സ്പീഡിലൊരു ടണലിലൂടെ പോകുന്നതായിട്ട് തോന്നി. ഭയങ്കര ഡാർക്ക് ടണലിലൂടെ ഭയങ്കര സ്പീഡിലായിട്ട് പോകുന്നതായിട്ട് തോന്നി. അപ്പോൾ ഏതോ ഒരു ഭയങ്കര ഡിവൈൻ ബീയിങ്ങിനെ കാണാൻ പോകുന്നതാണ് എന്നുള്ള ഒരു തോന്നലുണ്ടായി. പിന്നെ ഇതിനകത്തുള്ളൊരു കമ്പോണൻറ്റ് ഭയങ്കര ഫീലിങ്സ് ഓഫ് ഇൻറ്റൻസ് ഹാപ്പിനെസ്, ജോയ് ഓർ ബ്ലിസ്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാളും ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര അധികം സന്തോഷവും സമാധാനവും തോന്നി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് മാത്രമേ ഉള്ളൂ, ഈ 3-4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഈ പർട്ടിക്കുലർ ആൾക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടായി. പക്ഷെ ഇതും ഡിസ്ക്രൈബ്ഡ് ആണ്. ആളൊരു ഭയങ്കര ഓർത്തഡോക്സ് മുസ്ലിമായിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് മുസ്ലിമാണ്, അതിൻ്റെ എല്ലാ സംഭവങ്ങളും പുള്ളി അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഇത്രയേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ കമ്പോണൻറ്റിൽ. അതായത് ഒരു ടണലിൽ കൂടെ ഭയങ്കര സ്പീഡിൽ പോയി, ഭയങ്കര സന്തോഷവും സമാധാനവും തോന്നി, പിന്നെ ഏതോ ഒരു ഡിവൈൻ ബീങ്ങിനെ കാണാൻ പോകുന്നത് പോലെ തോന്നി. അത് എന്നിട്ട് ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ചും വന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലായി. അതായത് ഈ മതം എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അതായത് ഇങ്ങനെ ഈ ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്ന, നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ആയില്ലെങ്കിൽ നമ്മളെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഇറ്റേണൽ ഫയറിലിട്ട് പൊരിക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഇല്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പൊതുവിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ വിശ്വാസങ്ങളൊക്കെ കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ചില അതീന്ദ്രിയം എന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ തരുന്നതെന്ന്. പെട്ടെന്ന് തന്നു, ശാന്തത കിട്ടി, ദൈവത്തിനെ കാണാൻ പോകുന്നു, ശബ്ദം അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോൺട്രഡിക്ടറി ആണ്. അപ്പൊ അതായത് അത് വളരെ, പക്ഷേ ഒരു ഈ ഡിസ്ക്രൈബ്ഡ് ഫിനോമിനാണ്. അത് എല്ലാവർക്കും അങ്ങനെ വരുന്നില്ല. ചിലപ്പം ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അവർക്ക് മറക്കാനേ പറ്റത്തില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒരിക്കലും അവർ മറക്കത്തില്ല. ഡ്രീംസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മറന്നു പോകും അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് അവർ ഓർത്തിരിക്കും എന്ന് മാത്രമല്ല, ഇത് അവരുടെ ലൈഫിന് പ്രൊഫൗണ്ട് ചേഞ്ചസ് ഉണ്ടാക്കും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസുകാരൊക്കെ ആണെങ്കിൽ, പിന്നെ എനിക്കിനി പോലീസിന്റെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാരെ ഉപദ്രവിക്കുന്ന ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാം. ആർമിയിലൊക്കെ ഉള്ളവർ അങ്ങനെ പറയാം. അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ, ഉദാഹരണത്തിന് ഹീലിംഗ് ആണ് അവരുടെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോവാം. അങ്ങനെയുള്ള മാറ്റങ്ങൾ അവർക്ക് വരാം. അവർക്ക് കുറച്ചുകൂടെ മെറ്റീരിയലിസ്റ്റ് അല്ലാതെ ആകാം. ഉദാഹരണത്തിന് നമ്മൾ പറയൂലേ കൂടുതൽ സ്പിരിച്വലായി എന്ന് പറയുന്നത്, അങ്ങനെ കൂടുതൽ സ്പിരിച്വലായി ആയ പോലെയുള്ള മാറ്റങ്ങൾ അവരിൽ വരാം.